നമസ്കാരം. പോയ വാരത്തിലെ ന്യൂസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പതിവ് പോലെ വാർത്തകളുമായി ഞാൻ മയ്യ. ആദ്യമായി പ്രധാന വാർത്തകൾ. 242 പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ബോയിംഗ് ഡ്രീം ലൈനർ എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തകർന്നു വീണു. ചൈനയുമായുള്ള താരിഫ് ഇളവ് കരാർ പരസ്പര കൈമാറ്റങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ ആണവ സൈനിക അടിസ്ഥാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം നടത്തി. മേഖലയിൽ സംഘർഷം രൂക്ഷം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഐതിഹാസിക വിജയം സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്ക. നൂറ്റാണ്ടിലെ ആദ്യ കിരീടം സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. സമൂഹത്തിൽ മികച്ച സേവനം നൽകുകയോ അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുകയോ ചെയ്യുന്ന ഓസ്ട്രേലിയക്കാർക്ക് നൽകുന്ന ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു. 2025 കിങ്സ് ബർത്ത്ഡേ ഓണേഴ്സ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരങ്ങൾ അംഗീകരിച്ചവരുടെ ലിസ്റ്റിൽ ജേർണലിസ്റ്റും ബ്രോഡ്കാസ്റ്ററുമായ ഫിലിപ്പ് ആഡംസും ഓസ്ട്രേലിയയുടെ മുൻകാല പ്രധാനമന്ത്രിയായിരുന്ന സ്കോട്ട് മോറിസണും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചകൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രഖ്യാപിച്ചു. 500-ലധികം അനാവശ്യ താരിഫുകൾ നീക്കം ചെയ്യൽ, വിദേശ നിക്ഷേപം, ഊർജ്ജം, പരിസ്ഥിതി, പ്ലാനിംഗ് എന്നിവയിൽ അനുമതി, പ്രക്രിയകൾ ലളിതമാക്കൽ, കഴിവുകൾ, വിദ്യാഭ്യാസം, പ്രായമായവരുടെ പരിചരണം എന്നിവയിൽ പരിഷ്കാരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ട്രഷറി മന്ത്രി ജിം ചാൽമേഴ്സിനെ സർക്കാർ ഇതിനുവേണ്ടി ഉപദേശം നൽകുവാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ശീതകാലം ആരംഭിച്ചതോടെ പനിയും മറ്റു ബന്ധപ്പെട്ട രോഗങ്ങളും വ്യാപകമാകുന്നു. എല്ലാവരും രോഗപ്രതിരോധ ശക്തിക്കുള്ള ഫ്ലൂ വാക്സിനുകൾ എടുത്തും ഉയർന്ന ശുചിത്വം പോലെയുള്ള ആരോഗ്യ സംരക്ഷണ ശീലങ്ങൾ സ്വീകരിച്ചും ഈ ശൈത്യത്തെ അതിജീവിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ഓസ്ട്രേലിയൻ നാടകവേദികൾ കൈയടക്കി മലയാളി സുഹൃത്തുക്കൾ. സമത ഓസ്ട്രേലിയ സംഘടിപ്പിച്ച രണ്ടാമത്തെ പീപ്പിൾസ് തിയേറ്റർ ഫെസ്റ്റ് ഓസ്ട്രേലിയൻ മലയാളികൾ നെഞ്ചോടി ചേർത്തു. പ്രമുഖ മലയാളി മനഃശാസ്ത്ര ഭിഷക്കുരൻ അടക്കമുള്ള നിരവധി അഭിനേതാക്കൾ സ്വന്തം സംസ്കാരത്തെയും ഭാഷയെയും ഒരിക്കൽ കൂടി പ്രവാസി ജനതയിൽ എത്തിച്ചു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ മലയാളി സഹോദരി രമ്യ ജിൻഡോസ്കറിയ അന്തരിച്ചു. കഴിഞ്ഞ 3 വർഷമായി ചികിത്സയിലായിരുന്ന രമ്യ മെൽബൺ വെസ്റ്റിലുള്ള ഡെർമട്ട് എന്ന സ്ഥലത്താണ് കുടുംബാംഗങ്ങളുടെ ഒപ്പം താമസിച്ചിരുന്നത്. റവൺ ഹാളിലുള്ള സെന്റ് മേരീസ് സീറോ മലബാർ പരീഷിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഭൗതിക ശരീരം ബന്ധുമിത്രാദികൾ യാത്രയാക്കിയത്. അന്താരാഷ്ട്ര വാർത്തകൾ. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുന്നതിനായി ഇസ്രയേൽ തങ്ങളുടെ പഴയ ശത്രുവിനെതിരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തുകയും കമാൻഡന്മാരെയും ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തുകയും ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ. അതിനുശേഷം ഇസ്രയേൽ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ 200-ഓളം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ സമുച്ചയത്തിലെ കുട്ടികൾ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ചൈനയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മയായ SCO ഇറാൻ പ്രദേശത്ത് നടന്ന ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ചൈനയുമായുള്ള കരാർ പൂർത്തിയാക്കിയതോടെ ബീജിംഗ് US-ലേക്ക് കാന്തങ്ങളും അപൂർവ ഭൂമിധാതുക്കളും വിതരണം ചെയ്യുകയും ചൈനീസ് വിദ്യാർത്ഥികളെ അവരുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും പ്രവേശനം അനുവദിക്കുകയും ചെയ്യുകയും ആയിരിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ റെയ്ഡുകളെ ചൊല്ലി നീണ്ടുനിൽക്കുന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ, തീവയ്പ്പുകൾ, കൊള്ളകൾ എന്നീ കാരണങ്ങളാൽ US-ലെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ് നഗരത്തിലെ പല ഭാഗങ്ങളിലും ചൊവ്വാഴ്ച മുതൽ പരിമിതമായ കർഫ്യൂ പ്രാബല്യത്തിൽ വന്നു. നാസ ചന്ദ്രനിൽ കൂടുതൽ ആഴത്തിൽ ഗർത്തങ്ങൾ കുഴിക്കുവാനുള്ള പുറപ്പാടിൽ. റിഗോലിത് അഡ്വാൻസ്ഡ് സർഫസ് സിസ്റ്റംസ് ഓപ്പറേഷൻ റോബോട്ട് എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ട് ഉപയോഗിച്ച് ചന്ദ്രനിൽ നിന്നും കല്ലും മണ്ണുമെല്ലാം നാസ അവരുടെ അപ്പോളോ പദ്ധതി വഴി നേരത്തെയും ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ട്. ഓപ്പൺ AIയുടെ AI ചാറ്റ്ബോട്ട് ChatGPT ആഗോളതലത്തിൽ പണിമുടക്കി. ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് വിവിധ ഭൂഖണ്ഡങ്ങളിലായി സേവനം ഇതുമൂലം കഴിഞ്ഞ ദിവസം ലഭ്യമല്ലാതായി. ടെസ്ലയുടെ ഏറെക്കാലമായി കാത്തിരുന്ന റോബോ ടാക്സി സ്വപ്നം ഈ മാസം ഒടുവിൽ യാഥാർത്ഥ്യമായേക്കാം എന്ന് സൂചന. ടെക്സാസിലെ ഓസ്റ്റിനിൽ നിന്നും ആരംഭിച്ച് കമ്പനി താൽക്കാലികമായി സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങളിൽ വിദൂര മനുഷ്യമേൽനോട്ടത്തിൽ പരിമിതമായ പ്രദേശത്തോടുന്ന മോഡൽ Y SUVകളുമായി പൈലറ്റ് സേവനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു സർക്കാർ ആശുപത്രി ഹോസ്റ്റലിന് മുകളിലായി തകർന്നു വീണ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും വിമാനത്തിലെ 1.25 ലക്ഷം ലിറ്റർ ഇന്ധനം കത്തിപ്പോയതിനെ തുടർന്ന് താപനില അതിരൂക്ഷമായി ഉയർന്നതാണ് പ്രധാന കാരണമെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ സൂചിപ്പിക്കുന്നു. അഹമ്മദാബാദിൽ ലണ്ടനിലേക്ക് പോയ ഏകദേശം 53 ബ്രിട്ടീഷ് പൗരന്മാരുൾപ്പെടെ 242 പേർ ഉണ്ടായിരുന്നു. വിമാനാപകടത്തിൽ മറ്റു ഇന്ത്യൻ യാത്രികർക്കൊപ്പം മരിച്ചവരിൽ ഒരു മലയാളി യുവതിയും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരൻ മാത്രമേ ഈ ദാരുണ അപകടത്തിനെ അതിജീവിച്ചുള്ളൂ. തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വിമാനത്തിന്റെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് 1 കോടി രൂപ നൽകും. റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ സർക്കുലർ അനുസരിച്ച് ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റിംഗ് പദ്ധതിയുടെ ദുരുപയോഗം ലഘൂകരിക്കുന്നതിനും പതിവ് യാത്രക്കാർക്ക് മികച്ച അവസരം നൽകുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള
പദ്ധതി പ്രകാരം 2025 ജൂലൈ 1 മുതൽ ആധാർ സംയോജിപ്പിച്ച ഉപഭോക്താക്കൾക്ക് മാത്രമേ തൽക്കാൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുവാൻ ഇന്ത്യൻ റെയിൽവേ അനുവദിക്കൂ. ഇതു മാത്രമല്ല, ജൂലൈ 15 മുതൽ ബുക്കിംഗ് അന്തിമമാക്കുന്നതിന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP പരിശോധന പ്രക്രിയയും യാത്രക്കാർ പൂർത്തിയാക്കേണ്ടതുണ്ട്. തെക്കേ ഇന്ത്യൻ നാട്ടുവാർത്തകൾ. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റ് സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും. സമിതി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്യും. റവന്യൂ, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്നതായിരിക്കും ഈ സമിതി. ശരിയായ സമീപനത്തിലൂടെ തിരുവനന്തപുരത്തെ 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ ഒരു തലസ്ഥാന നഗരിയാക്കി മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ വിദ്യാഭ്യാസ വായ്പയിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. പൊതുമേഖലാ ബാങ്കുകൾ അനുവദിച്ച വിദേശ വിദ്യാഭ്യാസ വായ്പ 2019 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ കോടികളായി ഉയർന്നു എന്നാണ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ നൽകിയ ഈ കണക്ക്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടവ് കുടിശ്ശികയും കേരളമാണ് ഒന്നാമത് എന്നും നിഷ്ക്രിയ ആസ്തിയാണ് ഇതെന്നുമാണ് സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കായിക വാർത്തകൾ. ബംഗളൂരിൽ IPL വിജയാഘോഷങ്ങളുടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സംഘാടകർക്ക് മികച്ച ആസൂത്രണം ആവശ്യമാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ പറഞ്ഞു. ജൂൺ മാസത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും 11 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലണ്ടനിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഐതിഹാസിക വിജയം സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്ക. ഫൈനലിൽ നായകൻ ടെമ്പ ബൗമയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് വിശ്വവിജയികളായ ഇവരുടെ കന്നി കിരീടമാണ് ഇത്. 5 വിക്കറ്റുകൾക്കാണ് ഇവർ ഓസ്ട്രേലിയയെ തകർത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് ഉയർത്തിയ ഭേദപ്പെട്ട സ്കോർ പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക 4ാം ദിനം ആദ്യ മണിക്കൂറിൽ തന്നെ മത്സരം തീർത്ത് കിരീടം കയ്യിലൊതുക്കി. 27 വർഷത്തിനിടെ ആദ്യത്തെ ICC ട്രോഫിയാണ് സൗത്ത് ആഫ്രിക്ക നേടിയിരിക്കുന്നത്. ഇതോടെ പോയ വാരത്തെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് പൂർണ്ണമാകുന്നു. വാർത്തകൾ എഴുതി വായിച്ചതുമായ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.